നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പഴയ പ്രതാപത്തിൻ്റെ നിഴലിലേക്ക് വീണുപോയ ബ്രസീലിന് തിരികെ വന്നേ പറ്റൂ. 2025 വളരെ പ്രധാനമാണ്. വേൾഡ് കപ്പിന് തൊട്ടു മുമ്പുള്ള വർഷം. അപ്പോൾ ബ്രസീൽ ഉറ്റുനോക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഒരാളെങ്കിലും രക്ഷകൻ്റെ വേഷത്തിൽ വന്നെങ്കിൽ എന്നവർ പ്രതീക്ഷിക്കുകയാണ്. നെയ്മറുടെ മടങ്ങി വരവ് തീർച്ചയായിട്ടും അവർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. എങ്കിലും മറ്റു താരങ്ങളുടെ മികച്ച പ്രകടനം കൂടി ഉണ്ടെങ്കിലേ വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെൻറ്റിലൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരുപാട് ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാവിയോയെ പോലുള്ളവർ ബ്രസീൽ ടീമിൽ ഉറപ്പായും സ്ഥാനം ഉണ്ടാകും. എന്നാൽ മറ്റ് രണ്ടു പേർ അത്രയധികം അവസരങ്ങൾ ലഭിക്കാത്ത ചിലർ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. ബ്രസീൽ ടീമിലെ മാർച്ച് മാസത്തിലെ കോളപ്പിൽ അവർക്കിടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഒരാൾ തീർച്ചയായിട്ടും മൊറീല്ലോയാണ്. എന്തൊരു പ്രകടനമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കോളപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഫെദർ മിലിറ്റാവോ പരിക്കേറ്റ് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ജൂനിയർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കും. മൊറീല്ലോ പ്രീമിയർ ലീഗിൽ ടാക്കിളിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ് ഈ സീസണിൽ. ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്ന കാര്യത്തിലും ഡിഫൻസീവ് ആക്ഷൻസിലും അദ്ദേഹം രണ്ടാമതാണ്. അങ്ങനെ ടോപ്പ് ഡിഫൻഡറായിട്ട് വിലസുകയാണ് എന്നർത്ഥം. 23 കളികളിൽ നിന്ന് ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഡിഫൻഡറാണ്, അതുകൊണ്ട് ഗോളിൻ്റെ കണക്കിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. 11 കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 236 ഡിഫൻസീവ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ പ്രീമിയർ ലീഗിൽ രണ്ടാമതാണ്. 144 ടാക്കിളുകൾ, ആ കാര്യത്തിൽ അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഒന്നാമതാണ്. 31 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു, ആ കാര്യത്തിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം രണ്ടാമതാണ്. അങ്ങനെ മിന്നും പ്രകടനമാണിപ്പോൾ മൊറീല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇന്നലെയും തകർപ്പൻ വിജയിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. അവരെന്തായാലും പ്രീമിയർ ലീഗിൽ അവരുടെ 2ാം സ്ഥാനം, 3ാം സ്ഥാനം അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 7-0 ഇന്നലെ അവർ ബ്രൈറ്റനെ പരാജയപ്പെടുത്തിയത് എന്ന കാര്യം ഓർക്കും. 24 കളിൽ നിന്ന് 47 പോയിൻ്റാണ് അവർക്കുള്ളത്. 23 കളിൽ നിന്ന് 47 പോയിൻ്റുള്ള ആഴ്സണലാണിപ്പോൾ രണ്ടാമത്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മൂന്നാമതുമാണ്. ഏതായാലും മിന്നുന്ന പ്രകടനം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നടത്തുന്നതിന് പുറകിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇനി മറ്റൊരാൾ തീർച്ചയായിട്ടും മാത്യൂസ് കുഞ്ഞയാണ്. കുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബ്രസീൽ ടീമിൽ അവസരം ലഭിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അതേ മികവ് അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റാത്തത് കൊണ്ട് അവസരങ്ങൾ ലഭിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ വോൾസിൽ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം ഗോൾ അടിച്ചു. അദ്ദേഹം അവിടെ തുടരുകയാണ്. ഇന്നലെ സെലിബ്രേഷനിൽ അത് അദ്ദേഹം ആ ഒരു സൂചന കൂടി നൽകുന്ന രൂപത്തിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നോക്കുക, പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 30 ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 11 ഗോളുകൾ. ഗോൾ പാർട്ടിസിപ്പേഷനിലും അദ്ദേഹം ഒന്നാമതാണ്. 15 ഗോൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ 11 ഗോളുകളും 4 അസിസ്റ്റുകളും. ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ അദ്ദേഹമാണ് ഒന്നാമത്, 12 എണ്ണം. കീ പാസുകൾ കൊടുത്തതിൽ അദ്ദേഹമാണ് ബ്രസീലിയൻ താരങ്ങളിൽ, പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഒന്നാമത്, 39 എണ്ണം. ഏറ്റവും അധികം ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർക്കുന്നതിൽ, ഓൺ ടാർഗറ്റിലേക്ക് ഉതിർക്കുന്നതിൽ അദ്ദേഹമാണ് ഒന്നാമത്, 29. ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹമാണ് ഒന്നാമത്, 41. ഡിവൽസ് വിൻ ചെയ്യുന്നതിൽ രണ്ടാമതാണ്, 116. ഏറ്റവും അധികം ഫൗള് സഫർ ചെയ്യപ്പെടേണ്ടി വരുന്നതിൽ അദ്ദേഹം രണ്ടാമതാണ്, 45. ചുരുക്കത്തിലെ കുഞ്ഞയും മികച്ച രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവർ ബ്രസീലിന് പ്രതീക്ഷ നൽകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.